വെൽക്കം ടു അവർ ചാനൽ മെറ്റനോയ മിനിസ്ട്രീസ്. നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയം, ദൈവം വാഗ്ദത്തങ്ങളെ നിറവേറ്റുന്ന ദൈവമാണോ? ദൈവം പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങളെല്ലാം ദൈവം നിറവേറ്റുന്നുണ്ടോ? അതുകൊണ്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങളിൽ ഏറ്റവും വലിയ വാഗ്ദത്തം ഏതാണ്? ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഇത് 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ വാക്യങ്ങളുടെ ബൈബിൾ സ്റ്റഡിയുടെ തുടർമാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നതാണ്. കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ നിങ്ങൾക്കറിയാം, കഷ്ടതയിൽ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഇന്ന് പറയുന്നത് 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 12 മുതൽ തുടർമാനമായിട്ടുള്ള വാക്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയാണ്. അതിനകത്ത് നേരത്തെ പറഞ്ഞ ഹെഡിങ്ങിൽ പറഞ്ഞ കാര്യം എങ്ങനെയാണ് ദൈവം നിവർത്തിച്ചത്, വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുന്നതെന്നൊക്കെയുള്ള ചിന്തകളാണ് ഇതിൽ നിന്ന് വരുന്നത്. പൗലോസ് കൊരിന്ത്യരെ വിസിറ്റ് ചെയ്യാനായിട്ട് വലിയ താല്പര്യം കാണിച്ചിരുന്നൊരു വ്യക്തിയാണ്. 18 മാസം അവരുടെ മധ്യത്തിൽ പ്രവർത്തിച്ചു. കൂടുതലായിട്ട് അവർക്ക് വേണ്ടി സുവിശേഷം അറിയിക്കുകയും അവരെ ഉദ്ധരിക്കുകയും ചെയ്യാനായിട്ട് പൗലോസ് പ്രവർത്തിച്ചതായിട്ട് നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ കാണുന്ന 21-ാം അധ്യായത്തിലൊക്കെ കാണുന്നുണ്ട്. എന്നാൽ അവിടെ പൗലോസ് പറയുകയാണ്, എൻ്റെ ജഡജ്ഞാനം ഞാൻ ഉപയോഗിച്ചില്ല, എല്ലാം ദൈവകൃപയാൽ സാധിച്ചത്രേ. ഇന്ന് നമുക്കൊക്കെ ഉള്ള ഏറ്റവും വലിയൊരു പ്രയാസം, ഏറ്റവും വലിയൊരു അറിവില്ലായ്മ എന്ന് വേണമെങ്കിൽ പറയാം, നമ്മൾ പല കാര്യങ്ങളും ജഡജ്ഞാനത്തിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ജഡജ്ഞാനത്തിൽ ചെയ്യുമ്പോൾ ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾ ഏത് രീതിയിൽ നമ്മൾ അത് പ്രാപിക്കുന്നു, അത് നമ്മളുടെ ഉള്ളിലേക്ക്, നമ്മളുടെ ജീവിതത്തിലേക്ക് എങ്ങനെ അത് വരുന്നു എന്ന് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുകയില്ല. കാരണം നമ്മൾ ജഡത്തിന് വേണ്ടിയുള്ള ചിന്തകളും, ജഡമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരത്തിനകത്തുള്ള പ്രക്രിയയിലുള്ള ചിന്തകളും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും ചിന്തിക്കുമ്പോഴേ അത് നമുക്ക് പലപ്പോഴും അത് വെളിവായി വരുന്നില്ല എന്നുള്ളത് സത്യമാണ്. ഇന്ന് നമ്മൾ ഈ എപ്പിസോഡ് തീരുന്നതിന് മുമ്പ് അതിലേക്കുള്ള വഴികൾ എങ്ങനെയാണ് എന്നും അതെങ്ങനെ നമുക്ക് മനസ്സിലാകും എന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. ഇതിനകത്ത് ഈ അധ്യായത്തിലെ 2 കൊരിന്ത്യർ 1-ന്റെ 12 തൊട്ട് അവസാനം വരെ 24 വരെയുള്ള വാക്യങ്ങളിലെ ഉള്ള ചില ചിന്തകൾ മാത്രമാണ്, ഞാൻ വാക്യമൊന്നും വായിക്കുന്നില്ല, ചില ചിന്തകൾ മാത്രമാണ് നിങ്ങളോട് പറയുന്നത്. ഇതൊക്കെ ദൈവത്തിന് വേണ്ടി ദൈവിക ജ്ഞാനത്തിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോഴേ ദൈവം പല കാര്യങ്ങളും നമുക്ക് വെളിപ്പെടുത്തി തരും. കാരണം പൗലോസിൻ്റെ എല്ലാ ജീവിത ചലനങ്ങൾ വിശുദ്ധിയും നിർമ്മലതയും താൻ കാത്തു സൂക്ഷിച്ചു. പ്രധാനമായിട്ട് ദൈവവചനപ്രകാരം വിശുദ്ധിയും നിർമ്മലതയും കാത്തു സൂക്ഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നമ്മുടെ ജീവിതങ്ങളിലുണ്ട് എന്നാണ് ഇത് കാണിക്കുന്നത്. കാരണം അവിടെ ജഡജ്ഞാനമല്ലാതെ ദൈവത്തിൻ്റെ ജ്ഞാനം വന്നു ചേരുകയാണ്. കാരണം എന്താണ്? ദൈവം നമ്മളെ എന്തിനു വിളിച്ചിരിക്കുന്നു, ഏത് രീതിയിലാണ് നമ്മൾ ജീവിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൻ്റെ ചലനങ്ങൾ ഏത് രീതിയിലാണ്, അതുകൊണ്ട് വിശുദ്ധി ഏത് രീതിയിൽ നമ്മൾ സൂക്ഷിക്കുന്നു, ഇതെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതുമാത്രവുമല്ല, പൗലോസ് പറയുന്ന പോലെ കർത്താവായ യേശുവിൻ്റെ നാളിൽ അവൻ്റെ പ്രശംസയായിരിക്കും എന്നേ പറയുന്നു. അവൻ്റെ പ്രയത്നഫലം ഒന്നും തന്നെ വ്യർത്ഥമല്ല, അത് പ്രശംസയായിരിക്കും. ദൈവത്തിൻ്റെ ശുശ്രൂഷന്മാരോ ദൈവത്തെ അറിയുന്നവരോ അല്ലെങ്കിൽ ദൈവവേലയിൽ ഇൻവോൾവ് ചെയ്യുന്നവർക്കും ഏറ്റവും വലിയൊരു മനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രചോദനാത്മകമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണിത്. ദൈവത്തിന് വേണ്ടി നമ്മൾ നിലനിൽക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിൽ നിന്ന് വരുന്ന ഫ്രൂട്ടുകൾക്ക് ഒരു റിവാർഡുണ്ട്. കർത്താവിൻ്റെ നാളിൽ അതിനൊരു റിവാർഡുണ്ട് എന്ന്. കർത്താവായ യേശുവിൻ്റെ നാളിൽ വിശുദ്ധന്മാർക്ക് പ്രതിഫലം കൊടുക്കുന്ന ഒരു നാൾ അതുണ്ട്. ബൈബിളിൽ ഒരുപാട് ഭാഗങ്ങൾ പറയുന്നുണ്ട്. ഞാൻ 1-2 വാക്യങ്ങൾ ഇതുമായിട്ട് ചേർന്ന് വായിച്ച് കേൾപ്പിക്കാം. 1 കൊരിന്ത്യർ 1-8 നമ്മൾ പഠിച്ചാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാളിൽ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവൻ നിങ്ങളെ അവസാനത്തോളം ഉറപ്പിക്കും. യേശുവിൻ്റെ നാളിൽ നമ്മൾ കുറ്റമില്ലാത്തവരായിരിക്കുക എന്നുള്ളത് ആവശ്യമാണ്. ഈ 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്. നമ്മളിത് വായിച്ചില്ല. ഞങ്ങൾ ജഡജ്ഞാനത്തിലല്ല ദൈവകൃപയിലത്രേ ദൈവം നൽകുന്ന വിശുദ്ധിയിലും നിർമ്മലതയിലും പെരുമാറിയിരിക്കുന്നുവെന്ന് ഞങ്ങളുടെ മനസ്സാക്ഷിയുടെ സാക്ഷ്യം, ഞങ്ങളുടെ പ്രശംസ. ഇവിടെയും പറയുന്ന മനസ്സാക്ഷിയെക്കുറിച്ച് പറയുന്ന ഭാഗം ഇത് ശ്രദ്ധേയമാണ്. അവിടെ നമ്മുടെ മനസ്സാക്ഷി ഏത് രീതിയിലായിരിക്കുന്നു എന്നുള്ളത് അനുസരിച്ച് ദൈവം നമുക്ക് പ്രതിഫലം തരും എന്നുള്ളത്.
അപ്പോഴേ ദൈവത്തിൻ്റെ വിശുദ്ധന്മാർക്ക് ഒരു നാളിൽ, കർത്താവിൻ്റെ നാളിൽ ദൈവം പ്രതിഫലം കൊടുക്കുന്നു എന്നുള്ള ഒരു ചിന്ത ഇവിടെ വരികയാണ്. അന്നേരം അങ്ങനെ ഇരിക്കുമ്പോഴെന്താണ് പൗലോസ് ഇവിടെ പറയാണ്, ഞാൻ പറയുന്നത് ഒരു കാര്യം ശരിയെന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. ഞാൻ കള്ളം പറയുകയല്ല, ഞാൻ സത്യം തന്നെയാണ് പറയുന്നത്. കാരണം ദൈവം സത്യവാനായിരിക്കുന്ന പോലെ ഞാനും സത്യവാനാണ്. കാരണം എന്തിനാണ്? ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വരാനായിട്ടിരിക്കുകയാണ്. എൻ്റെ ഉള്ളിലൊരു ആഗ്രഹമാണ് വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരാൻ. എന്തിനാണ്? ടു ഇമ്പാർട്ട് സം സ്പിരിച്വൽ ഗിഫ്റ്റ്. നിങ്ങൾക്ക് ചില ആത്മാവിൻ്റെ വരങ്ങളെ ഇമ്പാർട്ട് ചെയ്യാൻ, രണ്ടാമതൊരു അനുഗ്രഹം എന്നാണ്. ഒരു ദൈവദാസൻ, ഒരു ദൈവദാസി ഒരാളിനെ വിസിറ്റ് ചെയ്യുമ്പോഴേ, ഒരു ഭവനത്തിൽ വിസിറ്റ് ചെയ്യുമ്പോഴേ, ഒരു വ്യക്തിയെ വിസിറ്റ് ചെയ്യുമ്പോഴേ, അവരുടെ ജീവിതത്തിൽ അവർക്കൊരു അനുഗ്രഹം ഇമ്പാർട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവരുടെ വിസിറ്റ് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ഇവിടെ പൗലോസ് പറയുന്നത്, ഞാൻ നിങ്ങളെ കാണുമ്പോൾ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് തരും. ഇതേ കാര്യങ്ങൾ റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഐ ലോങ് ടു വിസിറ്റ് യു ടു ഇമ്പാർട്ട് സം സ്പിരിച്വൽ ഗിഫ്റ്റ്. ഞാൻ നിങ്ങളെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്താണ്? നിങ്ങൾക്ക് ഒരു ആത്മീയ വരം വല്ലതും തരാനായിട്ട്. നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നത് എന്തിനാണ്? നമ്മൾ പലപ്പോഴും വിസിറ്റ് ചെയ്യാൻ പോകുമ്പോൾ തേർഡ് പാർട്ടിയുടെ കുറ്റവും കുറവും ഒക്കെ പറയുന്നതായിരിക്കും പലപ്പോഴും നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോഴേ നടക്കുന്നത്. ഇവിടെ പൗലോസിൻ്റെ വിസിറ്റിനകത്ത് ഒരു അനുഗ്രഹം കൊടുക്കാനായിട്ടാണ്, ദൈവിക അനുഗ്രഹം കൊടുക്കാനായിട്ടാണ്. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, ഞാൻ പറയുന്ന വാക്കുകൾ ഉവ്വേ എന്നെങ്കിൽ ഉവ്വേ, ശരി എങ്കിൽ ശരി, ഇല്ല എങ്കിൽ ഇല്ല എന്നുള്ളതാണ്. കാരണം ദൈവം ആ രീതിയിലാണ്, ദൈവം സത്യവാനാണ്. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ അത് ജഡീകമായിട്ടല്ല പറയുന്നത്, ആത്മീയമായിട്ട് പറയാം. മാറ്റി പറയുന്ന സ്വഭാവം എനിക്കില്ല എന്ന് ഇവിടെ പൗലോസ് പറയാം. പലപ്പോഴും നമുക്കുള്ള ചില ചിന്തകളാണല്ലോ ഈ മാറ്റി പറയുക എന്ന് പറയുന്നത്. അപ്പോഴേ ഞാൻ ആദ്യം പറഞ്ഞത് എന്താണ്? നമ്മുടെ മനസ്സാക്ഷി ശുദ്ധമായി നമ്മൾ വിശുദ്ധിയിലും നിർമ്മതയിലും നമ്മൾ സൂക്ഷിക്കണം. രണ്ടാമതിപ്പോൾ പറഞ്ഞത് നമ്മൾ സത്യം മാത്രം പറയണം, മാറ്റി പറയുന്ന സ്വഭാവങ്ങളൊന്നും ഉണ്ടാവാനായിട്ട് പാടില്ല. അങ്ങനെയാണെങ്കിൽ അതിനോട് ചേർന്നാണ് പറയുന്നത് ഈ 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 20-22 വാക്യങ്ങളിൽ പറയുന്നത്, ദൈവം നമുക്ക് അനേക വാഗ്ദത്തങ്ങൾ തന്നിട്ടുണ്ട്. അതായത് ഈ അനേക വാഗ്ദത്തങ്ങളിൽ ഏറ്റവും പ്രധാന വാഗ്ദത്തം ഇതിൽ പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. എന്താണ് ഈ പരിശുദ്ധാത്മാവ് ഇത്രയും വലിയ വാഗ്ദത്തമായി തീരുന്നത്? 2 കൊരിന്ത്യർ 1:22 അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നിരിക്കുന്നു. ഹി ഹാസ് സീൽഡ് us and given the earnest of the spirit in our hearts. 20-ാം വാക്യത്തിലാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവൻ ലൂവ എന്ന എത്ര. ഇത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഒരുപാട് നമുക്ക് തന്നിട്ടുണ്ട്. ഈ വാഗ്ദത്തങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പരിശുദ്ധാത്മാവ്. ആ വാഗ്ദത്തം നമുക്ക് ഉള്ളിൽ വന്നിരിക്കുകയാണ്. കർത്താവിനെ സ്വീകരിക്കുന്നതനുസരിച്ച് ഈ വാഗ്ദത്തം നമുക്ക് വന്നിരിക്കുകയാണ്. എന്നാൽ ഈ വാഗ്ദത്തം നമ്മൾക്ക് വന്നിരിക്കുന്നത് എന്തിനാണ് ഇത് തന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ ദൈവവുമായിട്ട് ചേർന്ന് നിരപ്പിൽ നമ്മളെ മുമ്പോട്ട് വളർത്താനായിട്ടാണ്, നമ്മളെ സന്തോഷിപ്പിക്കാനാണ്, കർത്താവിൽ സന്തോഷിപ്പിക്കാനായിട്ടാണ്. അതിന് പൗലോസ് പറയുകയാണ്, അത് ഉവെങ്കിൽ ഉവ് തന്നെയാണ്, അത് ശരി തന്നെയാണ്, അതിന് ഞാൻ സാക്ഷി. പൗലോസ് അത് പറയുകയാണ്. അതിന് നമ്മളെ മുദ്രയിട്ടിരിക്കുന്ന ഈ പരിശുദ്ധാത്മാവിനാലാണ് എന്ന് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ഈ വാക്യത്തിൽ 2 കാര്യങ്ങൾ പ്രത്യേകം പറയുന്നുണ്ട്. ഒന്ന്, ദൈവം നമ്മളെ തനിക്കുള്ളവരെ ഉറപ്പിക്കും. അതൊരു വലിയ വാഗ്ദത്തമാണ്. ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ഉറപ്പിക്കും എന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. രണ്ടാമത് അതിനോട് ചേർന്ന് പറയുന്നുണ്ട്, ദൈവം നമ്മളെ അഭിഷേകം ചെയ്യും. 21-ാം വാക്യമാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ക്രിസ്തുവിനെ ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കും, നമ്മെ അഭിഷേകം ചെയ്യുന്നത് ദൈവമല്ലോ എന്ന് പറയുന്നു. അപ്പോഴേ നമ്മളെ ഉറപ്പിക്കുന്നത് ദൈവമാണ്, അഭിഷേകം ചെയ്യുന്ന ദൈവമാണ്. അപ്പോഴെത്ര പ്രോമിസായി ഇപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത്. ആദ്യം പരിശുദ്ധാത്മാവ് തരുന്നു എന്ന് പറഞ്ഞു, രണ്ടാമത് നിങ്ങളെ ഉറപ്പിക്കുന്നു പറഞ്ഞു. ഉറപ്പിക്കുക, ദാറ്റ് ഈസ് ദ ബോണ്ട് ലവ്. ദൈവവുമായിട്ട് ചേർന്നുള്ള ബന്ധമാണ്, ബോണ്ട്, ആ ലവ് ആണ്. അതിൽ നിങ്ങളെ ഉറപ്പിക്കുകയാണ്. മൂന്നാമത് എന്താണ്? നിങ്ങളെ അഭിഷേകം ചെയ്യുക. ഈ അഭിഷേകം എന്നൊക്കെ പറയുന്നത് ഒരു ചില്ലറ കാര്യമൊന്നുമല്ല. അതിനെക്കുറിച്ച് വീണ്ടും ഒരു എപ്പിസോഡ് വീണ്ടും ചെയ്യാം. അത് നമ്മുടെ അടുത്ത സീരീസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ദ സ്പിരിച്വൽ വേൾഡിനെ കുറിച്ചുള്ള ഒരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ അഭിഷേകത്തെക്കുറിച്ച് കൂടുതലായിട്ട് പറയാം. എന്നാലും 1-2 വാക്യം ഇതുമായിട്ട് ചേർന്ന് ഈ അഭിഷേകത്തെക്കുറിച്ച് പറയണം എന്നാഗ്രഹിക്കുന്നു.
1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച സകലതും അറിയുന്നു. 27-ാം വാക്യത്തിൽ അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങൾ വസിക്കുന്നു, ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല, അവൻ്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലത് ഉപദേശിച്ച് തരികയാലും അത് ഭോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കാലും അത് നിങ്ങളെ ഉപദേശിച്ച പോലെ നിങ്ങൾ അവനിൽ വസിപ്പീൻ. ഇവിടെ അഭിഷേകത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒന്ന്, സകല കാര്യങ്ങളും ദൈവം വെളിപ്പെടുത്തി തരും. ഇവിടെ നമ്മൾ പഠിക്കുമ്പോഴേ നമുക്കറിയാം, അതിനകത്ത് സകലതും എന്ന് പറയുന്നത് ചിലത് വെളിപ്പെടുത്തുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും ദൈവം വെളിപ്പെടുത്തി തരും. ഇത് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന പ്രോമിസിൻ്റെ അൾട്ടിമേറ്റായിട്ടുള്ള ഏറ്റവും അവസാനമായിട്ടുള്ള നിങ്ങളുടെ ജീവിതങ്ങളിലും എൻ്റെ ജീവിതത്തിലും ചെയ്യേണ്ട ആവശ്യം. ഇതാണ് വലിയ പ്രോമിസ് എന്ന് പറയുന്നത്. രണ്ടാമത് അതിനോട് ചേർന്ന് തന്നെ ആ ഭാഗങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ അറിയാം, എതിർ ക്രിസ്തുവിനെക്കുറിച്ച് വെളിപ്പെടുത്തുകയും നിങ്ങൾക്ക് പരിജ്ഞാനം തരികയും ചെയ്യുന്ന അവൻ്റെ അഭിഷേകത്താലാണ്. അതുകൊണ്ട് അഭിഷേകം എന്തിനാണ് പ്രാപിക്കുന്നത്? നിങ്ങൾ ഈ എതിർ ക്രിസ്തു എന്ന് പറഞ്ഞാൽ അത് ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്രിസ്തോസ് എന്ന് പറയുന്ന വാക്ക്, അതിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള എതിരായിട്ടുള്ള ക്രിസ്തു, എതിർ ക്രിസ്തു എന്ന് പറഞ്ഞാൽ ആരാണത്? ശരിക്കും സാത്താൻ, പിശാച്. അത് ഈ പിശാചിനെ നിങ്ങളുടെ ജീവിതങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിങ്ങൾക്ക് വന്നിരിക്കുന്നു എന്ന് പറയുന്ന ഭാവമാണിത്. ഇത് വലിയൊരു വാക്തത്വമല്ലേ? അപ്പോഴേ പരിശുദ്ധാത്മാവ് എന്ന വാക്തത്വം നമ്മൾ പ്രാപിച്ച് ആ കണ്ടീഷനിൽ നമ്മൾ വളരുമ്പോൾ ആ അഭിഷേകം നമ്മളിലേക്ക് വ്യാപരിക്കുകയാണ്. വെറുതെ പരിശുദ്ധാത്മാവിൻ്റെ കർത്താവിനെ അറിയുമ്പോൾ അഭിഷേകമൊന്നും ആവത്തില്ല. അതിനൊക്കെ ഒരുപാട് കടമ്പകളുണ്ട്. ഇനി വേറൊരു എപ്പിസോഡിൽ അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചത് ദൈവം തരുന്ന വലിയ പ്രോമിസാണ്. അതിൽ ആ പ്രോമിസ് തരുന്നതിന് വാക്തത്വങ്ങൾ തരുമ്പോൾ ആ വാക്തത്വങ്ങളോട് ചേർന്ന് നമ്മുടെ ജീവിതങ്ങളിലുള്ള ക്രമം കൂടി അതിനകത്ത് പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞു, ജീവിതത്തിലുള്ള ഓരോ മൂമെൻറ്റിലും നമ്മൾ വിശുദ്ധിയും നിർമ്മലതയും പ്രാപിച്ച് നമ്മുടെ ജീവിതത്തിലെ മനസ്സാക്ഷിയെ നമ്മൾ സൂക്ഷിക്കുകയും അതുപോലെ തന്നെ നമ്മൾ ദൈവം സത്യവാനായിരിക്കുന്നത് പോലെ നമ്മൾ സത്യം ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോഴേ അവൻ്റെ ആത്മാവ് നമ്മൾ വരികയും അത് വസിക്കുകയും ചെയ്യും. അതിനാൽ നമ്മളെ മുദ്രയിടുക മാത്രമല്ല അഭിഷേകം ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ്. യോഗ്യത്തെ ചിന്ത നമുക്ക് പ്രയോജനമായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇത് വീണ്ടും ചിന്തിക്കുക. 1-ാം അധ്യായം ഏകദേശം നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി 2-ാം അധ്യായത്തിലുള്ള പ്രധാനപ്പെട്ട ആശയങ്ങൾ മാത്രം, വാക്യങ്ങളിൽ പറയുന്നില്ല, പ്രധാനപ്പെട്ട ആശയങ്ങൾ മാത്രമാണ് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധയോടുകൂടിയിരിക്കണം. ഇന്ന് ഞാൻ ഇവിടെ പ്രാർത്ഥിക്കുമ്പോഴേ ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്ന ചില ആളുകളുടെ ജീവിതങ്ങളിൽ ഇന്ന് ഈ പരിശുദ്ധാത്മാവ് ചില റിലീസുകൾ കൊടുക്കാൻ പോവുകയാണ്. നിങ്ങൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോഴേ വലിയൊരു റിലീസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവെ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ചിലരെ നീ അത് കർത്താവെ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലെ സങ്കീർണമായിട്ടുള്ള സാഹചര്യങ്ങൾ കൂടി ഒരുപാട് ദോഷവശങ്ങൾ കടന്നു പോകുന്ന അനേകം ആളുകൾ ശ്രദ്ധിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ജീവിതങ്ങളെല്ലാം ക്ലീൻ ചെയ്യപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ജീവിതത്തിലുള്ള എല്ലാ ദുഷ്ട ആത്മശക്തികളും വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ ആത്മാവ് ഇടപെടണം. കർത്താവെ, ആ ഉയരത്തിലുള്ള കർത്താവെ ആ ഗേറ്റ്സ് ഓഫ് ഹെൽ, കർത്താവെ ആ ഉയരത്തിലുള്ള വാതിലുകൾ, പൈശാചി ശക്തികളെ കയറി വരുന്ന വാതിലുകൾ അടയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ, ഒരുപാട് രോഗാവസ്ഥ, ഒരുപാട് പ്രയാസങ്ങൾ, ജീവിതത്തിലുള്ള പിരിമുറുക്കങ്ങളെ, ക്ഷീണങ്ങളെ, അതിൽ നിന്നെല്ലാം ദൈവം വിടുവിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിച്ചോർത്ത് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. ഇത് അടുത്ത എപ്പിസോഡിൽ അടുത്ത ഒരു സബ്ജക്റ്റുമായിട്ട് വരുന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രെയർ റിക്വസ്റ്റുകൾ ആ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തരുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് അത് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾ പഴയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാനുള്ള അവസരങ്ങളുണ്ട്. നിങ്ങളുടെ കമൻറ്റുകളുണ്ട്, കമൻറ്റ് ബോക്സിൽ ഇടുക. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും.